മക്കളെ, നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള +2ൻ്റെ ചാപ്റ്റർ 5 ആയ പാഠമാണ്. അപ്പം ഈ പാഠത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് പാഠമാണ്. കാൽക്കുലസ് എന്നുള്ളൊരു ഭാഗത്താണ് ഈ ഒരു പാഠം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾജിബ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ വേറൊരു മാത്സിൻ്റെ ബ്രാഞ്ചാണ് കാൽക്കുലസ്. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലസ് എന്ന് പറയുന്നത് പൊതുവേ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിനൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ളൊരു ഭാഗം കൂടിയാണത്. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മിസ് ഒന്ന് പറയാനുള്ളത്, ഈ കാൽക്കുലസിൽ വരുന്ന ഒരു 5 പാഠം സ്ട്രക്ചർഡ് പാഠമാണ്. ഒന്ന് ഈ കണ്ടിന്യൂറ്റി, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പാഠമായ ആപ്ലിക്കേഷൻ, അതിൻ്റെ അടുത്ത ബുക്കിൽ വരുന്ന അതായത് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഡിഫറൻഷ്യബിൾ ഇക്വേഷൻ. ഇത്ര 5 പാഠങ്ങളാണ് നിങ്ങൾക്ക് കാൽക്കുലസ് ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ കണ്ടിന്യൂറ്റി എന്നൊന്ന് ശ്രദ്ധിക്കാം. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫംഗ്ഷൻ ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ ഗ്രാഫിക്കൽ ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് വേവ്. ഗ്രാഫിക്കൽ ഫോം, നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ ഫോം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ദ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എപ്പോഴും അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിസ് ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്തേക്ക് പറയാം കേട്ടോ. എറ്റ് വിച്ച് ദ പോയിന്റ് ഓഫ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ, ഓരോരോ ഡൊമൈനിലുള്ള പോയിന്റിലും എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി നമ്മൾ തെളിയിക്കുന്നത്? കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുന്നത്? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എ ഈഫ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ. എന്താണ് ഈ LHL എന്നൊക്കെ പറഞ്ഞാൽ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ലിമിറ്റിനെയാണ് LHL എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലിമിറ്റിനെയാണ് നമ്മൾ RHL എന്ന് പറയുന്നത്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണ്, അതായത് ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റാണ്. സപ്പോസ് നമുക്ക് നമ്പറാണ് 5 എന്നുള്ള നമ്പർ, എക്സ് ഈക്വൽ ടു 5 ആണ്, നിങ്ങൾ എഫ് ഓഫ് 5 ആണ് കാണേണ്ടത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധനങ്ങൾ മൂന്നും ഈക്വൽ ആണ് എന്ന് തെളിയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റും. എന്താണ് എന്ന് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഈ എ മൈനസ് എന്നൊക്കെ പറഞ്ഞാൽ മൈനസ് എന്നൊന്നും വായിക്കരുതേ പിള്ളേരെ. എ മൈനസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതുകൊണ്ടാണ് അതിന് മൈനസ് സൈൻ വന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതുകൊണ്ടാണ് പ്ലസ് സൈൻ വന്നത്. ഓക്കെ, അപ്പോൾ RHL എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഈ ഫംഗ്ഷൻ ചില ഫങ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് തന്നെ പറയാൻ പറ്റും, സിൻസ് ഇറ്റ് ഈസ് എ ദിസ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഓർ എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അങ്ങനെ തന്നെ ആൻസർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, കാരണം അത് നിങ്ങൾക്കൊരു നോട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എവരി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, എല്ലാ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, ഏത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ വന്നാലും അതെന്താണ്? കണ്ടിന്യൂസ് ആണ്. എവരി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഏത് ഫംഗ്ഷൻ വന്നാലും അത് കണ്ടിന്യൂസ് ആണ്. എവരി പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. എവരി റാഷണൽ ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി, കോൺസ്റ്റൻറ്റ്, പോളിനോമിയൽ, റാഷണൽ എന്നൊക്കെ ഉള്ളത് എവിടെ പഠിച്ചിട്ടുണ്ട് മക്കളെ? +1 അഥവാ 11th നിങ്ങളെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓർമ്മ ഇല്ലാത്തവരൊന്നും അവിടെ പോയിട്ട് നോക്കുക കേട്ടോ. പിന്നെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും എന്താണ്? നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആണ് ഇൻ ദെയർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദ ഫസ്റ്റ് സെറ്റ്. അപ്പം എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടി? ഐഡൻറ്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷനും റാഷണൽ ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഒക്കെ നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ചില പ്രോബ്ലത്തിൽ നമുക്ക് തെളിയിക്കണമെങ്കിൽ നമുക്ക് തെളിയിക്കണം, അല്ലാത്തതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്തത്, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി, ഒരു ഫംഗ്ഷൻ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂറ്റി തെളിയിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഡിഫറൻഷ്യബിൾ ആണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് വരും? കണ്ടിന്യൂസ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എപ്പോഴും എന്താ? അതാണ് ഇപ്പോൾ മിസ് പറഞ്ഞ കാര്യം. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷേ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താവണമെന്നില്ല? നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ് നമ്മൾ മനസ്സിലെപ്പോഴും വയ്ക്കുക. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ആദ്യം നമുക്കൊരു ചെറിയൊരു ഈസി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, എന്നിട്ട് ടഫിലേക്ക് പോവാം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോളൂ. എക്സാമിൻ വെദർ f of x is equal to x square minus 25 divided by
x plus 5 is a continuous function. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്തെഴുതുക. എന്നിട്ട് അത് നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഡെഫിനിഷനോ എന്തിലെങ്കിലും വരുന്നുണ്ടോ നോക്കുക. അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ എഴുതാം. ഓക്കെ, മിസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 എന്നല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആക്കിയിട്ട് ഇതിനെ മാറ്റി എഴുതിക്കൂടെ നിങ്ങൾക്ക്? ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5. ഓക്കെ, മാറ്റി എഴുതിക്കൂടെ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കിയിട്ട് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5. അപ്പോൾ ഇവിടുത്തെ എക്സ് പ്ലസ് 5ഉം ഇവിടുത്തെ എക്സ് പ്ലസ് 5ഉം കട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സ് മൈനസ് 5 എന്ന് കിട്ടിയല്ലോ. എക്സ് മൈനസ് 5 എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ് മക്കളെ? ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് അല്ലേ? സിൻസ് എക്സ് മൈനസ് 5 ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, സിൻസ് എക്സ് മൈനസ് 5 ഇതൊരു പോളിനോമിയൽ അല്ലേ? എക്സ് മൈനസ് 5 ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. therefore f of x is continuous at all values of x. ഐഡിയ കിട്ടിയല്ലോ. ഇത്ര മാത്രം എഴുതിയാൽ മതി. കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്? കണ്ടിന്യൂസ് ആണ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3 if x less than or equal to 2. 2x minus 3 if x greater than 2. ഇങ്ങനെ തന്നിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2നും എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ മക്കൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2x plus 3 if x less than or equal to 2, 2x minus 3 if x greater than or equal to 2 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 2 ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എ എന്ന് പറയുന്ന നമ്പർ തന്നിരിക്കുന്ന ഇവിടെ 2 ആണ് അല്ലേ? 2 ആണ്. ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറയുന്നത് എ എന്ന് പറയുന്നത് 2 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ ഈ എഫ് ഓഫ് 2ൻ്റെ വിലയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഈക്വൽ അല്ലെങ്കിൽ എന്താ? ഡിസ്കണ്ടിന്യൂസ് ആണ്. അത്രയേ ഉള്ളൂ പണി. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൻസറിലേക്ക് കിടക്കാം. LHL ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. LHL ഇസ് ഈക്വൽ ടു എന്താണ് നമ്മളെ ഫോർമുല? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്, ഇവിടെ 2 ആയതുകൊണ്ടാണ് 2 മൈനസ് എടുത്തത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 2 വരുന്നത് ഏതാ മക്കളെ? ഇത് അവിടെയല്ലേ ലെസ് എന്നുള്ള സിമ്പിൾ വരുന്നത്? നോക്കൂ നിങ്ങൾ, ലെസ് എന്നുള്ള സിമ്പിൾ ഇതാ ഇവിടെയല്ലേ വരുന്നത് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ വലിയ എന്താ? നമുക്ക് 2x plus 3 ആണ്. കറക്റ്റ് അല്ലേ? അപ്പം അവിടെ 2x plus 3 കൊടുക്കുക. ഇനി എക്സിന് മക്കൾ 2 കൊടുത്തോളൂ. 2 into 2 -2 ഒന്നും കൊടുക്കരുതേ, 2 മൈനസ് എന്നാണ്. ഓക്കെ, അല്ലാതെ -2 എന്നല്ല അതിൻ്റെ മീനിങ്. 2 into 2 plus 3, അപ്പോൾ 4 plus 3 എന്ന് വരും. ഉത്തരം എത്ര വന്നു മക്കൾക്ക്? 7 എന്ന് വന്നു. ഓക്കെ, അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. RHL ഈക്വൽ ടു നമ്മളെ ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു
ചിലവർ എച്ച് വെച്ച് ചെയ്യൂ കേട്ടോ. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒക്കെ ഒരേ ഉത്തരമാണ് വരിക. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. എക്സ് ടെൻസ് ടു നിങ്ങൾക്ക് എന്താണ് 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു മക്കളെ വില? അവിടെ പോസിറ്റീവ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ വില. ഓക്കെ, എഫ് ഓഫ് എക്സിൽ അപ്പോൾ ഏതായിരുന്നു 2x മൈനസ് 3 എന്നാണ്. ഇനി അതിൻ്റെ വില കൊടുക്കുക. 2 × 2 - 3 അതായത് 4 - 3 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കൾക്ക് ആൻസർ വന്ന 1 എന്ന് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? LHLും RHLൻ്റെയും വില കിട്ടി. ഇനി നമ്മൾ എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വെച്ച് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ വരുന്നത്? 2x + 3 ഈഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ല. അപ്പോൾ അവിടെ ഈക്വൽ ടു എന്നില്ലേ? അപ്പോൾ ആ ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ 2x + 3. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 വാല്യൂ കൊടുക്കുക. അപ്പം നമുക്കൊന്ന് വില കൊടുത്തിട്ട് ഇനി എഴുതിയാൽ മതി. ഇത് കട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു 2 × 2 + 3 അതായത് 4 + 3 എന്ന് പറഞ്ഞാൽ 7 എന്ന് കിട്ടി. അപ്പം മക്കളെ നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ വിലകൾ കിട്ടി? LHL ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 7 ആണ് അല്ലേ? RHLൻ്റെ വില എന്താ മക്കൾക്ക് കിട്ടിയത്? 1 ആണ്. ആൻഡ് എഫ് ഓഫ് എക്സിൻ്റെ വില, എഫ് ഓഫ് 2ൻ്റെ വില എന്താ മക്കൾക്ക് കിട്ടിയത്? എഫ് ഓഫ് 2ൻ്റെ വിലയും നമുക്ക് 7 ആണ്. ഇത് മൂന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്? LHL ഈക്വൽ ടു എഫ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു RHL. ഇത് 3 ഈക്വൽ ആവണം കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പോൾ ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടി. ദ ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണോ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതുക? വാട്ട് ഈസ് ദ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് എറ്റ് എക്സ് ഈക്വൽ ടു 2. ഇങ്ങനെ നിങ്ങൾ ആൻസർ എഴുതി വയ്ക്കണം. സംശയമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? 3, 4, 5. 3, 4, 5 3 വിലകളാണ് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സിന്. ഇതിന് ഓരോരോ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഈഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം എറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ LHL ആദ്യം ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരുന്നു? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു. ഇത് ഏതൊക്കെ വിലയിലാണ് മക്കൾക്ക് വരുന്നത്? 0 മുതൽ 1 വരെ വരുന്നുണ്ട്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ട്. എക്സ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുണ്ട് അല്ലേ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ട്, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുണ്ട്. അപ്പോൾ 1 നമുക്ക് എടുക്കണം. അപ്പോൾ ഒന്ന് നമ്മൾ 1 എടുക്കണം. പിന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ട്, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എറ്റ് എക്സ് ഈക്വൽ ടു 3 കാണണം. ഈ 10ഉം വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, 0ഉം കാണണ്ട. ഓക്കെ, കാരണം ഒരു ഭാഗം മാത്രമേ വില തന്നിട്ടുള്ളൂ. അപ്പോൾ അത് കാണണ്ട. അപ്പം LHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വില വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷനാണ് മക്കൾക്ക് വരിക? ലെസ് വരുമ്പോൾ ഇതല്ലേ, നോക്കൂ, ഇതല്ലേ ലെസ്സിൻ്റെ സിമ്പിള്, ഇതല്ലേ ലെസ്സിൻ്റെ സിമ്പിള്. അപ്പം നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്? ഇത് റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ 3 അല്ലേ? ഓക്കെ, അപ്പോൾ 3 എന്ന് എഴുതി. ഓക്കെ, ഇനി അവിടെ എക്സ് ഒന്നുമില്ല നമുക്ക് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഉത്തരം എന്താണ്? 3 തന്നെ. ഓക്കെ, വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ. ഇനി RHL ചെയ്യാം. RHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്
ഓക്കെ 1 പ്ലസ് എന്താണ് എഫ് ഓഫ് എക്സ് ഇവിടെ വരുന്നത് നോക്കി പറഞ്ഞോളൂ. ആർ എച്ച് എൽ എന്ന് പറയുമ്പം എക്സിൻ്റെ വില 1-നെക്കാട്ടും വലുത്. അപ്പോൾ ഇതല്ലേ ഫംഗ്ഷൻ, ഞാൻ ഒരു കളർ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതല്ലേ നമ്മളുടെ ഫംഗ്ഷൻ, ഈ ഒരു ഭാഗമല്ലേ ആണ്. അപ്പം നമുക്ക് എന്താ അവിടെ വരുന്നത്, അതിൻ്റെ വാല്യൂ എന്താ വരുന്നത് 4 അല്ലേ. അപ്പോൾ ആ 4 എഴുതി. അപ്പം ആൻസർ ഈസ് 4. ഓക്കെ, അതും കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് 1 കാണണം. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ എന്നുള്ള വില ഏത് ഫംഗ്ഷനാണ് മക്കളെ വരുന്നത്, 1ൻ്റെ ഈക്വൽ സൈൻ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കണ്ടല്ലോ അല്ലേ. ഒന്ന് അപ്പുറം പോയിട്ട് മിസ് കാണിച്ചു തരാം. ഇതാ ഇവിടെയല്ലേ ഈക്വൽ എന്നുള്ള സൈൻ വരുന്നത് നോക്കിക്കോളൂ. ഇതാ ഈ ഭാഗത്തല്ലേ മക്കൾക്ക് ഈക്വൽ എന്നുള്ള സൈൻ വരുന്നത്, ഈ ഭാഗത്തല്ലേ മക്കൾക്ക് ഈക്വൽ എന്നുള്ളതായ ഒരു സിമ്പിൾ വരുന്നത്, ഈക്വൽ എന്നുള്ള സിമ്പിൾ വരുന്ന. അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ഏതാ വരുന്നത്, 3 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ 3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എഫ് ഓഫ് എക്സിൻ്റെ വിലയിൽ 3 കൊടുത്തു, ഈക്വൽ ടു നിങ്ങളുടെ ആൻസർ എന്താ 3 തന്നെ. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വില 3 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വില 4 ആണ്, എഫ് ഓഫ് 1ൻ്റെ വില 3 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാത്, എൽ എച്ച് എൽ ഈക്വൽ ടു എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ. ഓക്കെ, മനസ്സിലായിരിക്കുന്നു കേട്ടോ. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം, കാരണം 3ൻ്റെയും കൂടെ നമുക്ക് കാണണം, കാരണം 3യും കൂടെ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, അപ്പോൾ എറ്റ് എക്സ് ഈക്വൽ ടു 3 ഇതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. എറ്റ് എക്സ് ഈക്വൽ ടു 3 ഇവിടെ നമ്മൾ എന്തൊക്കെ കാണണം, എൽ എച്ച് എൽ കാണണം. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വില എൽ എച്ച് എൽ 3യുടെ വില ഏതായിരുന്നു മക്കൾക്ക് വരുന്ന 4 ആണ്, ഈക്വൽ ടു 4 കിട്ടി. അടുത്തത് ആർ എച്ച് എൽ കാണണം. ആർ എച്ച് എൽ കാണുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ അവിടുത്തെ വലിയ എന്താ വരുന്നത് 5 എന്നല്ലേ, നോക്കിക്കോളൂ 5 ആണ്. ഇനി എഫ് ഓഫ് എക്സ് കാണണം. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ അവിടെ എന്താ, എഫ് ഓഫ് 3 ആണ്. എഫ് ഓഫ് 3യുടെ വില കൊടുക്കുമ്പം 3 വരുന്നത് ഏത് ഇക്വേഷനായിരുന്നു, 5-ലല്ലേ. അപ്പോൾ 5. ഓക്കെ, അപ്പം നമുക്ക് 3 വിലകളും കിട്ടി. ഇനി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുക. എൽ എച്ച് എല്ലിൻ്റെ വലിയ എന്തായിരുന്നു നമുക്ക് കിട്ടിയത് 4 ആണ്. ആർ എച്ച് എല്ലിൻ്റെ വലിയ എന്താണെന്ന് നമുക്ക് കിട്ടിയത് 5 ആണ്. എഫ് ഓഫ് 3യുടെ വലിയ എന്താ നമുക്ക് കിട്ടിയത് 5 ആണ്. അപ്പം എൽ എച്ച് എൽ ഈക്വൽ ടു എഫ് ഓഫ് 3 നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ. ഓക്കെ, അപ്പം നമ്മൾ ദ ഫങ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ മക്കളെ നമുക്കൊന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് the relationship between okay a and b so that the function തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ് is equal to ax plus 1 if x less than or equal to 3, bx plus 3 if x greater than 2, is continuous at x equal to 3. x equal to 3ൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ എൽ എച്ച് എൽ കണ്ടുപിടിക്കുന്നു. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ആണ് ഇവിടെ നമ്പറുള്ള രണ്ടും, അപ്പോൾ 3 ആണ് ഇവിടെ എഴുതേണ്ടത്. എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ്
ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏതാ ലെസ് ദാൻ 3 എന്ന് വരുമ്പം ലെസ് വരുന്നത് ഇതാ ഇതല്ലേ ഈ ഫംഗ്ഷൻ അല്ലേ എ എക്സ് പ്ലസ് 1 എന്ന്. അപ്പോൾ അതവിടെ എഴുതുക എ എക്സ് പ്ലസ് 1. ഇനി ആ വാല്യൂ ഒന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ ഇൻറ്റു 3 പ്ലസ് 1. അതായത് നിങ്ങളുടെ ആൻസർ എന്താ വരുന്നത് 3a പ്ലസ് 1 കിട്ടി. LHL കഴിഞ്ഞു. ഇനി നമ്മൾ RHL ചെയ്യണം. അപ്പോൾ RHL നമുക്ക് ചെയ്യാം. RHL ഇസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് വരുന്ന വില ഏതാണ് വരുന്നത് +3. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നില്ലേ അതിൻ്റെ വില. അപ്പോൾ ബി എക്സ് പ്ലസ് 3 ഈക്വൽ ടു 3 വാല്യൂ അവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത് ബി ഇൻറ്റു 3 പ്ലസ് 3. അതായത് നിങ്ങളുടെ ആൻസർ 3b പ്ലസ് 3. LHLും RHLും കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് 3 കാണണം ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ എഫ് ഓഫ് 3 എന്നാണ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് എഫ് ഓഫ് 3യുടെ വിലയാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞത് ഈക്വൽ ടു 3 വരുന്നത് ഏതിനാണ് എ എക്സ് പ്ലസ് 1-നല്ലേ. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ആ വിലയൊന്ന് കൊടുത്തോളൂ. എന്ത് വരും എ ഇൻറ്റു 3 പ്ലസ് 1. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത് 3a പ്ലസ് 1. അപ്പോൾ നമുക്ക് 3 വിലകൾ ഇപ്പോൾ കിട്ടി. ഇനി നമുക്ക് ഓരോരോ LHLും RHLും എഫ് ഓഫ് 3യും നമുക്ക് എഴുതി പിടിപ്പിക്കാം. LHL എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളുടെ വില LHL ഇസ് ഈക്വൽ ടു മക്കൾക്ക് കിട്ടിയ വില 3a പ്ലസ് 1. RHLൻ്റെ വില എന്താണ് നമുക്ക് കിട്ടിയത് RHL ഇസ് ഈക്വൽ ടു എന്താണ് 3b പ്ലസ് 3. എഫ് ഓഫ് 3യുടെ വില എന്താ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് 3യുടെ വിലയാണ് നമുക്ക് കിട്ടിയത് 3a പ്ലസ് 1. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ അവർ. അപ്പോൾ LHLൻ്റെ വിലയും RHLൻ്റെ വിലയും എഫ് ഓഫ് 3യുടെ വിലയും ഈക്വൽ അല്ലേ കണ്ടിന്യൂസ് ആണെന്ന് ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കണ്ടിന്യൂസ് എറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ വിലകൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3a പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3b പ്ലസ് 1. 3b പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3a പ്ലസ് 1. അപ്പോൾ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 3a പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3b പ്ലസ് 3. അപ്പം നമുക്ക് എൻ്റെയും ബിൻ്റെയും ഒന്ന് വിലകൾ കണ്ടുപിടിക്കാം. 3a എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതരാം. 3a എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വരുന്നത് അപ്പം 3a എന്ന് പറയുന്നത് 3b പ്ലസ് 3 മൈനസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ 3b പ്ലസ് 2 എന്നായി. അപ്പോൾ എയുടെ വില എന്താ കുട്ടികൾക്ക് വരുന്നത് 3b പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പം ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ബി പ്ലസ് 2/3. അപ്പം നിങ്ങളെ റിലേഷൻ എന്താണ് എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2/3. ഇതാണ് മക്കളുടെ ആൻസർ. വാട്ട് ഈസ് ദ റിലേഷൻ എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2/3. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. ഓക്കെ അതായത് കണ്ടിന്യൂസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ട് റിലേഷൻ കാണാൻ അല്ലെങ്കിൽ ലാംഡേൻ്റെ വില കാണാൻ അങ്ങനെയൊക്കെയുള്ള ഫൈൻ ദ വാല്യൂ ഓഫ് ലാംഡ ഓർ ഫൈൻ ദ വാല്യൂ ഓഫ് കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ അപ്പം അത് കണ്ടിന്യൂസ് ആണ് എന്ന് തന്നുകൊണ്ട് LHLും RHLും
ആ തന്നിരിക്കുന്ന ഏത് പോയിൻ്റ് വെച്ചാൽ അതും ഈക്വലായിട്ട് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്ത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ മക്കളുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ. വളരെ ഇമ്പോർട്ടൻറ്റ് പാഠമാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അടുത്ത ഡിഫറൻസിയേഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുക. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.